ഒന്നാമത്തെ ചോദ്യം, കല്യാണം കഴിച്ചതിന് തെളിവില്ലെന്ന വാദം നിങ്ങൾ പിൻവലിച്ചോ? അതായത് നിങ്ങൾ ഒരു പച്ച നുണ ഇവിടെ നിരന്തരമായി പറയുകയായിരുന്നു. ആ ഒരു പച്ച നുണ അത് നുണയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോട്ടെ നുണ എന്ന് പറയേണ്ട, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ് എന്നെങ്കിലും നിങ്ങൾ അത് തുറന്നു പറയാൻ തയ്യാറാണോ? ഇവിടെയുള്ള മുസ്ലിം സമുദായത്തോടല്ല, മൊത്തം ജനങ്ങളോട് നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡ്? അതായത് ഈ സ്ത്രീ, അതായത് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ, ഈ സംഭവം ഭാര്യയാണോ അതല്ല വേറെ ഏതോ പെണ്ണാണോ? എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ്? നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല എന്താണ്? തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാട് മാറ്റി പറഞ്ഞല്ലോ, എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം പറഞ്ഞ അതേ സ്റ്റാൻഡിലാണ് ഇപ്പോഴും ഉള്ളത്. നിങ്ങൾ ഒരുപാട് സ്റ്റാൻഡ് മാറ്റി, ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്? ആ സംഭവത്തെക്കുറിച്ച് മൊത്തത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് എന്ന് ചുരുക്കി പറയാൻ സാധിക്കുമോ? ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഏത് സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിലും, ഏതോ ഒരു പെണ്ണാണെന്ന് വന്നാലും ഇനി ഭാര്യയാണെന്ന് വന്നാലും എന്താണെങ്കിലും, നിങ്ങളുടെ ധാർമ്മിക വീക്ഷണ പ്രകാരം ഇതെങ്ങനെയാണ് തെറ്റാകുന്നത് എന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അതായത് ഇനിയിപ്പോൾ കല്യാണം കഴിച്ചില്ല എന്ന് വെക്കുക, എന്നാലും ഒരു സ്ത്രീയെ നബി സമീപിച്ചു, ആ സ്ത്രീക്ക് താല്പര്യം ഉണ്ടെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചുപോയി. പരസ്പര സമ്മതപ്രകാരം എന്തുമാവാം, അല്ലെങ്കിൽ കൺസെന്റ് ആണ് ഏറ്റവും പ്രധാനം, അത് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ എന്നൊക്കെ പറയുന്ന ധാർമ്മിക വീക്ഷണം പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തെറ്റാവുക?